ഇത് ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള മതേതര കേരളമാണ്. ഇവിടെ സംഘപരിവാറിന്റെയും മറ്റു വർഗീയ പാർട്ടികളുടെയും ഒരു വിളച്ചിലും നടക്കില്ല എന്നതിന്റെ തെളിവാണ് കാസർഗോഡ് കുമ്പളയിലെ ആ വിവാദ മൈം ഷോയ്ക്ക് മുന്നിൽ വീണ്ടും ഇന്ന് കർട്ടൻ ഉയർന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിൽ വീണ്ടും മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് മൈമിന് ഇത്തവണ കർട്ടനിട്ടത്. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം കുത്തിവെക്കുകയാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമാണ് കുമ്പളയിലെ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഗസയിലുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു മൈം ഷോ അരങ്ങേറിയത്. അത് കണ്ട ഉടനെ കുറച്ച് സംഘപരിവാർ മനസ്സുള്ള അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള അധ്യാപകർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനു നേരെ ചില അധ്യാപകരുടെ ഇടപെടലിൽ കർട്ടൻ താഴ്ത്തി അത്തരം സാമൂഹിക വിമർശനങ്ങൾ സ്കൂൾ കലോത്സവ വേദിയിൽ കുട്ടികൾ ഉന്നയിക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ടീച്ചർമാരുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ആ സംഭവം. അത് തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനു പിന്നാലെ കേരളത്തിലെ മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ആരോപിക്കുന്ന സംഘബന്ധം എന്താണെന്ന് ഒരിക്കൽ കൂടി കുമ്പള സ്കൂളിൽ സർക്കാർ ഇന്ന് കാട്ടിക്കൊടുത്തു. അതായത് സംഘ്യ മനസ്സുള്ളവർ വേണ്ട എന്ന് പറഞ്ഞ് കർട്ടൻ താഴ്ത്തിയ അതേ മൈം ഷോ ഇന്ന് അവരുടെ മുന്നിൽ കർട്ടൻ ഉയർത്തുമ്പോൾ പുറത്ത് പ്രതിഷേധവുമായി നിൽക്കുന്നത് ആരാണെന്നും നോക്കി. വിവാദങ്ങൾക്ക് പിന്നാലെ കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിൽ വീണ്ടും മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് മൈമിന് ഇത്തവണ കർട്ടനിട്ടത്. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം കുത്തിവെക്കുകയാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തോട് കാട്ടിയ ആ നീതികേട് അധ്യാപക മനസ്സുള്ളവർക്ക് ഈ നാട്ടിൽ കലോത്സവങ്ങളിലൂടെ ഉയർത്തുന്ന സാമൂഹ്യ വിമർശനങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തവരായിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്തരം മനസ്സുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സർക്കാർ അല്ല ഈ നാട്ടിലുള്ളത്. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എവിടെയൊക്കെ മനുഷ്യക്കുരുതികളും മനുഷ്യരും വേട്ടയാടപ്പെടുന്നുണ്ടോ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണെന്ന് വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തിയിരുന്നു. അതിനു പിന്നാലെ ആ പരിപാടി അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന സന്ദർഭത്തിൽ തന്നെ വീണ്ടും നടത്തണമെന്നുള്ള നിർദ്ദേശമെത്തി നടത്തി. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലപാട് അറിയിച്ചു. ബന്ധപ്പെട്ടവരോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉടൻ ഉണ്ടാകും. എന്തായാലും ബി.ജെ.പിക്കാർക്ക് കുരുപൊട്ടി പുറത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും അതൊന്നുകൊണ്ടും ആ പരിപാടിയെ തടയിടാനേ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടി കൃത്യമായി അവിടെ നടന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അന്ന് ഇതുപോലെ മൗദൂദി വിഭാഗക്കാർ എല്ലാം കൂടി അതിനെ തടയിടാൻ രംഗത്ത് വന്നു. ഇത് സ്കൂളിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് തട്ടിട്ട് തുള്ളി. പക്ഷേ സൂംബ ഡാൻസ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ നല്ല അന്തസ്സായി കളിക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അതുപോലെയാണ് ഒരു മൈം ഷോ അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ സ്കൂൾ കലോത്സവങ്ങളിൽ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. അത് നാടകമായിക്കോട്ടെ, മൈം ഷോ ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, എന്തിലും സാമൂഹ്യ വിമർശനങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പുതുമയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഇന്നിപ്പോ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഗസ വിഷയം അവർ മൈം ഷോയിലൂടെ അവതരിപ്പിച്ചപ്പോ ചിലർക്ക് പൊള്ളലേറ്റു. ആ പൊള്ളൽ കേരളം വകവെച്ച് കൊടുക്കില്ല. അത്തരം പൊള്ളലുകൾ സർക്കാർ സ്കൂളുകളിലൊക്കെ ഇരുന്ന് നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്താണെന്ന് വരും ദിവസങ്ങളിൽ അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മതേതര കാഴ്ചപ്പാട്, മതേതര സംസ്കാരം. ഒന്നിനെയും തടയിടാമെന്ന് ഏതെങ്കിലും വർഗീയവാദി വിചാരിച്ചാൽ അതിനെ ഇരട്ടി ഇഫക്റ്റിൽ വലിയ വിസിബിലിറ്റിയിൽ ജനത്തെ കാണിക്കുമെന്നതിന്റെ തെളിവാണ് കുമ്പളയിൽ ഇന്നുയർന്ന കർട്ടനെന്ന് നിസ്സംശയം പറയാം. വിവാദങ്ങൾക്ക് പിന്നാലെ കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിൽ വീണ്ടും മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് മൈമിന് ഇത്തവണ കർട്ടനിട്ടത്. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം കുത്തിവെക്കുകയാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.